ആരാണ് സാന്റാക്ലോസ്? സാന്റാക്ലോസ് എവിടെ നിന്ന്? ക്രിസ്മസുമായിട്ട് സാന്റാക്ലോസിന് എന്താണ് ബന്ധം? സെയിന്റ് നിക്കോളാസ് എന്ന 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്തീയ ബിഷപ്പിൽ നിന്നാണ് ഈ ഒരു സംഭവത്തിന്റെ തുടക്കം. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ടവരെയും കുട്ടികളെയും ഒരുപാട് ഇവരറിയാതെ സഹായിക്കുന്ന ഒരു രീതിയായിരുന്നു ഇദ്ദേഹത്തിന്റെ. ഇദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു പറയപ്പെടുന്നു. ആ കാലത്ത് വളരെ ദാരിദ്ര്യം കാരണം ഒരു വ്യക്തിയുടെ 3 പെൺമക്കളെ അടിമകളായിട്ട് വിൽക്കാനായിട്ട് നിർബന്ധിതനായ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ അവരെ സഹായിക്കാനായിട്ട് ഇദ്ദേഹം ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. അങ്ങനെ നിക്കോളാസ് രാത്രിയിൽ ആരും കാണാതെ സഞ്ചിയിൽ കെട്ടിയ സ്വർണവുമായിട്ട് ഇവരുടെ വീടിന് മുകളിൽ ചിമ്മിണിയിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അവര് ഉണങ്ങാൻ ചിമ്മിണിയുടെ അടുത്തിരുന്ന കാലുറകളിലേക്ക് ഈ ഗോൾഡ് പോയി വീഴുകയും അങ്ങനെ അവർക്ക് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഡച്ചുകാർ ഇതിനെ സിൻഡർ ക്ലാസ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഡച്ച് കുടിയേറ്റക്കാർ ഈ ഒരു കഥ അവരുടെ കോളനിയിലോട്ട് കൊണ്ടുപോവുകയും സിൻഡർ ക്ലാസ് എന്ന പേര് പിന്നീട് സാന്റാക്ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലണ്ടിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ക്രിസ്മസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം മരിച്ചിട്ടുള്ളത് ഡിസംബർ 6-ാം തീയതി. അദ്ദേഹത്തെ ഓർമ്മ ദിനത്തിന്റെ അന്നാണ് ഇതുപോലെ ആളുകൾ സമ്മാനം കൊടുക്കുന്നതായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആഘോഷിച്ച് വന്നിരുന്നത്. ഒരുപാട് ആൾക്ക് ശേഷം നമ്മുടെ അമേരിക്കൻ സംസ്കാരത്തിന്റെ രീതിയിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ സമ്മാനദാന ചടങ്ങുകൾ നമ്മുടെ ക്രിസ്മസ് ദിനത്തിലോട്ട് മാറുകയാണുണ്ടായത്. അതിനുശേഷം സെയിന്റ് നിക്കോളാസ് എന്ന കഥാപാത്രം ക്രിസ്മസ് രാവുകളിൽ സമ്മാനങ്ങളായിട്ട് വരുന്നതായിട്ടാണ് പിന്നീട് ലോകം കണ്ടത്. നമ്മൾ ഇന്ന് കാണുന്ന ചുവന്ന കൂട്ടും വെള്ളത്താടിയും കയ്യിലൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു സാന്റാക്ലോസ് 19-20 നൂറ്റാണ്ടുകളിൽ കാർട്ടൂണിസ്റ്റുകളും കൊക്കക്കോള കമ്പനിയും പരസ്യ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ചിത്രീകരിച്ചൊരു രൂപമാണ് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന സാന്റാക്ലോസ്.